സാറേ നമ്മളെയൊക്കെ പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് നമ്മൾ ചത്തുപോകും, ഒന്നിൽ പേടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വിഷം കൊണ്ടൊക്കെ. അപ്പോൾ ഉത്തർപ്രദേശിൽ ഒരാളെ 7 തവണ പാമ്പ് കടിച്ചു എന്ന് കേൾക്കുന്നു. എന്നിട്ട് അയാൾ സ്വപ്നത്തിൽ വേറെന്തോ കണ്ടു എന്നൊക്കെ കേൾക്കുന്നു. അതിൻ്റെ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വാർത്ത ഉത്തർപ്രദേശിൽ ഫത്തേപൂരിൽ വികാസ് ദുബെ എന്ന് പറഞ്ഞൊരാൾ, അവിടെ സൗര എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഇയാൾ ജീവിക്കുന്നത്. ഇയാൾ അവകാശപ്പെടുന്നത് കഴിഞ്ഞ 40 ദിവസത്തിൻ്റെ ഇടയ്ക്ക് 7 തവണ ഇയാളെ പാമ്പ് കടിച്ചു എന്നാണ്. അയാൾ വെറുതെ അവകാശപ്പെടുന്നതല്ല, അയാൾ ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെയൊക്കെ കണ്ട് ചികിത്സിച്ചിട്ടുമൊക്കെ ഉണ്ട്. എന്നിട്ട് അയാൾ പറയുന്നത് സ്വപ്നത്തിൽ വന്നിട്ട് പാമ്പ് പറഞ്ഞു, ഇപ്പോൾ 7 തവണയായല്ലോ, ഇനി 8 തവണ, ഒരു തവണയും കൂടി കടിക്കും, നീ ചാവില്ല, പക്ഷെ 9ാം തവണ ഞാൻ കടിച്ചു കഴിഞ്ഞാൽ നീ ചത്തുപോകും. സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു ഇയാളോട്. അപ്പൊ പുള്ളി ഇപ്പം മരണം കാത്ത് ഇരിക്കുകയാണ്. 8ാമത്തെ കടി ബാക്കിയുണ്ട്. സാധാരണഗതിയിൽ ശനിയാഴ്ചകളിലാണ് ഈ കടിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇന്നലെ ഈ ശനിയാഴ്ച കടിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാവിൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച കടിച്ചിരുന്നു. ശനിയാഴ്ചക്ക് പകരം വ്യാഴാഴ്ച കടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ ശനിയാഴ്ച ഒഴിവാകും എന്നാണ് വാർത്തയിൽ. അപ്പോൾ ജൂൺ 2-ാം തീയതിയാണ് ആദ്യമായിട്ട് കടിച്ചത്. അന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് ഈ കടി വന്നത്. പിന്നെയുള്ളതൊക്കെ ശനിയാഴ്ചയായിരുന്നു. 3 തവണ സ്വപ്നത്തിൽ പാമ്പ് വന്നു. എന്നിട്ട് അവസാനം സ്വപ്നത്തിൽ വന്നപ്പോഴാണ് പറഞ്ഞത്, ഈ 9ാമത്തെ കടിയിൽ നിന്ന് ഒരുത്തിനും നിന്നെ രക്ഷിക്കാനായിട്ട് പറ്റില്ല. നിന്നെ ഡോക്ടർക്ക് രക്ഷിക്കാൻ പറ്റില്ല, നിന്നെ താന്ത്രികന് രക്ഷിക്കാൻ പറ്റില്ല, നിന്നെ മഹാരാജാവിനും രക്ഷിക്കാൻ പറ്റില്ല, പണ്ഡിതന്മാർക്കും രക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും മരണം ഉറപ്പാണ്. എവിടെ പോയാലും എന്നെ പറ്റിച്ച് ഏത് വീട്ടിൽ പോയാലും ഒക്കെ ശരിയാണ്, അങ്ങനെയാണ്. അപ്പോൾ ഡോക്ടർ ഇയാളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ഈ കുടുംബത്തിൽ നിന്നും മാറി താമസിക്കാനായിട്ട് അങ്ങനെ പറഞ്ഞു. ഡോക്ടർ ജവഹർലാൽ എന്ന് പറഞ്ഞ ആളാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ രാധാനഗറിൽ അമ്മായിയുടെ വീട്ടിൽ പോയി താമസിച്ചു. 4 കടി കഴിഞ്ഞപ്പോൾ, 4 തവണ പാമ്പ് കടിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം വീട്ടിൽ കഴിയാതെ രാധാനഗറിൽ അമ്മായിയുടെ വീട്ടിൽ പോയി. അവിടെയാണ് 5ാം തവണ കടിയേൽക്കുന്നത്. 7ാമത്തെ തവണത്തെ കടിയാണ് വ്യാഴാഴ്ച അമ്മാവിൻ്റെ വീട്ടിൽ പോയി താമസിച്ചപ്പോൾ അപ്പോഴും കടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇന്നലത്തെ കടി വ്യാഴാഴ്ച ഒഴിവായി. അപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ പോയിട്ട് ഇയാളിങ്ങനെ പറഞ്ഞിട്ട് ചീഫ് മെഡിക്കൽ ഓഫീസർ നയൻഗിരി ഓട് മാധ്യമങ്ങൾ സംസാരിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ അപ്പോൾ അങ്ങേര് പറഞ്ഞു, ഈ ഡോക്ടർ ഈ വികാസ് ദുബെ ഇടയ്ക്ക് വന്ന് കണ്ടിരുന്നു, കടലാസൊക്കെ തന്നിരുന്നു, ഇങ്ങനെ പാമ്പ് ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നതുകൊണ്ട് ഒരുപാട് ചികിത്സാ ചെലവ് വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചീഫ് മെഡിക്കൽ ഓഫീസർ എന്നുള്ള നിലയ്ക്ക് സർക്കാർ എനിക്ക് സാമ്പത്തിക സഹായം തരണം എന്ന് പറഞ്ഞിട്ട് സമീപിച്ചിരുന്നു എന്ന്. കളക്ടറേറ്റിൽ ചെന്നിട്ട് ഒക്കെയാണ് ചികിത്സാ സഹായം ചോദിച്ചത്. അപ്പോൾ ഇയാളോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോയാൽ മതി, ഇനി അവിടെ ആകുമ്പോൾ സൗജന്യമായിട്ട് ആൻറ്റിവനം കിട്ടും, ചികിത്സ ചെയ്യും, ഇങ്ങനെ ഈ സ്വകാര്യ ആശുപത്രിയിൽ പോകണ്ട എന്ന്. ഈ ചീഫ് മെഡിക്കൽ ഓഫീസറും പറഞ്ഞു, ഇതെന്താണ് ഇയാളിങ്ങനെ പാമ്പ് വന്ന് കടിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല, ഈ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് വിവരമില്ലാതെയാണോ ഈ പറയുന്നതെന്നും അറിഞ്ഞുകൂടാ, ഒരേ ആശുപത്രിയിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒറ്റ ദിവസത്തിൽ ഭേദമായി വീട്ടിൽ പോകുന്നുണ്ട് ഇയാൾ പാമ്പ് കടിയേറ്റതിന് ശേഷം. ഈ ഡോക്ടറെ അടുത്ത് ചെല്ലും, സ്ഥിരം ഒരു ആശുപത്രിയിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു, ഒറ്റ ദിവസം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് ഭേദമാകുന്നു, ഇയാൾ തിരിച്ചു പോകുന്നു. അപ്പോൾ അത് സംശയാസ്പദമല്ലേ എന്നൊക്കെ സംശയമുണ്ട്, അത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും 3 ഡോക്ടർമാരുടെ ഒരു സംഘത്തെ ഈ മൊത്തം കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ പറയുന്നു. ഇത്രയൊക്കെയാണ് ഈ മാധ്യമങ്ങളിൽ ഈ പാമ്പ് കടിയെപ്പറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ വർഷങ്ങളായിട്ട് ഈ പല ആളുകളും ഈ പാമ്പ് വിഷം പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നതായിട്ട് ഞാൻ വായിക്കാറുണ്ട്.
കേരളത്തിലൊരു കഥ ഞാൻ പറയാം ഏറ്റവും അവസാനം. അപ്പോൾ ഈ ഞാൻ കുറച്ച് പ്രബന്ധങ്ങൾ നോക്കി. ഈ നാഷണൽ യൂണിയൻ ഓഫ് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കൻ സൈറ്റുകളിലൊക്കെ ഉള്ള നാഷണൽ ജേർണൽ ഓഫ് മെഡിസിൻ ഇതൊക്കെ നോക്കിയപ്പോൾ അതിൽ റെപ്പിറ്റേറ്റീവ് സ്നേക്ക് ബൈറ്റ് ഫോർ റീക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രബന്ധം എസ് സെന്തിൽകുമാറും 5 പേരും കൂടി എഴുതിയിരിക്കുന്ന ഒരു പ്രബന്ധം ഞാൻ വായിച്ചു. റെപ്പിറ്റേറ്റീവ് സ്നേക്ക് ബൈറ്റ് ഫോർ റീക്രിയേഷൻ എന്ന് പറഞ്ഞ ശീർഷകത്തിൽ തന്നെ സംഗതിയുണ്ട്. ആവർത്തിച്ച് പാമ്പ് കടിപ്പിക്കുക ഒരു സുഖത്തിന് വേണ്ടി എന്നുള്ളതാണല്ലോ അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൽ അവരുടെ അനുഭവം പറയുന്നുണ്ട് ആ ഡോക്ടർമാർ. അതിൽ നിന്ന് 2 കാര്യങ്ങൾ കേസുകൾ ഞാൻ പറയാം. 25 വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഈ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നു. HIV ബാധയുണ്ടെന്ന് സംശയിച്ചിട്ടാണ് ഒരാൾ ചെല്ലുന്നത്. 6 മാസം തുടർച്ചയായിട്ട്. അപ്പോൾ അയാളെ ഡോക്ടർമാർ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ 6 മാസം തുടർച്ചയായിട്ട് അയാൾ തന്നെത്താനെ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നുണ്ട്. 30-45 ദിവസത്തെ ഇടവേളകളിലാണ് കടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് നല്ല വിവരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ജോലിയുടെ സ്ട്രെസ്സ് കാരണം ഈ ഉറക്കം കിട്ടുന്നില്ല, ഇൻസോംനിയ ഉണ്ട് എന്ന് അയാൾ പറഞ്ഞു. വർക്ക് പ്രഷറുണ്ട്, ജോലിയുടെ സമ്മർദ്ദം വല്ലാതെ ഉണ്ട്. അപ്പോൾ അറിഞ്ഞു ചില ഈ ജോലി സ്ഥലത്തുള്ള ആളുകൾ, സഹപ്രവർത്തകർ ചില ആളുകൾ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നുണ്ട് എന്ന് അയാൾ കേട്ടു. അപ്പോൾ അവർക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെവിടെയാണ് എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ആ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഇയാളുടെ ഈ HIV പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് നെഗറ്റീവായിട്ട് കണ്ടു, സിറോളജി. അപ്പോൾ അങ്ങനെയല്ല സംഭവം, അതല്ല, പാമ്പ് കടിപ്പിക്കുന്നുണ്ട് ഇയാൾ പാമ്പിനെ കൊണ്ട്. 23 വയസ്സുള്ള വേറൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഇവരുടെ അടുത്ത് വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു അയാളും ഇങ്ങനെ നിരന്തരം പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലൈംഗിക വികാരം, ലൈംഗിക തൃഷ്ണ കൂടുന്നുണ്ട്, ഉറക്കവും കിട്ടുന്നുണ്ട്. 2 പേർക്കും വിത്ത്ഡ്രോവൽ സിംറ്റംസ് ഒന്നും ഈ കടിപ്പിക്കാതിരുന്നാലോ ഒന്നും വലിയ കുഴപ്പങ്ങളും അങ്ങനെയൊന്നും വരുന്നതായിട്ട് തോന്നിയില്ല. ഇത് അന്വേഷിച്ച് വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെത്താനെ ഈ പാമ്പിനെ പിടിച്ചിട്ട് കടിപ്പിക്കുന്നതൊന്നുമല്ല. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചില ഈ സോഫ്റ്റ്വെയർ സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ചില ഡെന്നുകളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. അവിടെ പോവും, അവിടെ ഒരു കസേരയിലിരുത്തും. ഈ പാമ്പിൻ്റെ ഈ കടിപ്പിക്കുന്ന ആളുണ്ട് അവിടെ. അത് പാമ്പിൻ്റെ തലയുടെ അവിടെ പിടിച്ചിട്ട് മിനിമം കടി അതാണ് ചെയ്യിക്കുന്നത്. അത് സാധാരണഗതിയിൽ കാലിലെ ചെറുവിരലുണ്ടല്ലോ ഈ അറ്റത്തെ, പിന്നെ ഇൻഡെക്സ് ഫിംഗർ, നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ അടുത്ത ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ, അതിലാണ് ചെറുതായിട്ട് കടിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പോയ ആളുണ്ടല്ലോ പേഷ്യൻ്റ്, അയാളുടെ ആവശ്യപ്രകാരം ചുണ്ടിലോ നാക്കിലോ ഒരു മിനിമം കടിയും കൊടുപ്പിക്കും. അത് മൂർഖൻ, വെള്ളിക്കെട്ടൻ, പച്ചപ്പാമ്പ് ഇവയെ കൊണ്ടൊക്കെയാണ് സാധാരണഗതിയിൽ കടിപ്പിക്കുന്നത്. എന്നിട്ട് അവർ പ്രബന്ധത്തിൽ പറയുന്നുണ്ട് പണ്ട് മധ്യകാലത്തുമൊക്കെ ഇന്ത്യയിലൊക്കെ ഈ പരിപാടി ഉണ്ടായിരുന്നു. ചില ഗോത്രവർഗ്ഗങ്ങൾ അവരുടെ കുട്ടികളെ കാട്ടിലൊക്കെ അല്ലേ താമസിക്കുക, അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ പാമ്പുകളെ കൊണ്ട് കടിപ്പിക്കാറുണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി, പിന്നീട് പാമ്പ് കടിച്ചാലൊന്നും ഏക്കില്ല, പ്രതിരോധം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. മധ്യകാലത്ത് ഈ പാമ്പിൻ വിഷം പലപ്പോഴും ഔഷധമായിട്ടുമൊക്കെ ചെറിയ തോതിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ പാമ്പിൻ്റെ വിഷത്തിൽ സെറോട്ടോണിൻ എന്ന് പറഞ്ഞ മെറ്റബോളിസമൊക്കെ നടത്താൻ സഹായിക്കുന്ന ഒരു ഘടകം സെറോട്ടോണിൻ ഉണ്ട്. അത് വേദന സംഹാരിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഡ്രൗസിനെസ്, ഒരു ഉറക്കം തൂങ്ങി ഫീലിങ്, അലസത ഒക്കെ വരും. ബ്രാഡിക്കിനിൻ എന്ന് പറഞ്ഞിട്ടൊരു രാസവസ്തുവും ഈ വിഷത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ
ഇപ്പം നമ്മൾ പ്രബന്ധത്തിൽ ഡോക്ടർമാർ എഴുതിയ പ്രബന്ധത്തിൽ വായിച്ചതുപോലെ ഈ വികാസ് ദുബെ ആരെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ടോ തന്നെത്താനെയോ വീട്ടിൽ വെച്ച് കടിക്കുന്നു എന്ന് ഇയാൾ അവകാശപ്പെടുന്നതാണ്. പാമ്പിനെ വീട്ടുകാരൊന്നും കണ്ടതായിട്ടൊന്നും പറയുന്നില്ല. നമുക്കിവിടെ ആ ഉത്തരയുടെ കേസിൽ ഒരുത്തനുണ്ടല്ലോ, പാമ്പിനെ പിടിക്കുന്നവരുടെ പാമ്പിനെ മേടിച്ച കേസുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കടുപ്പിക്കുന്നതാണോ ഈ ദുബൈയുടെ കേസ് എന്നുള്ളത് ഇനി പരിശോധനയിലേ അറിയുള്ളൂ. ഡോക്ടർമാർക്ക് സംശയമുണ്ട് അല്ലേ? സംശയമുണ്ട്. കേരളത്തിൽ ഞാനൊരിക്കൽ പണ്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഒക്കെ ഇടയ്ക്ക് കേട്ട് ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട്. നമ്മളൊക്കെ അറിയുന്ന വലിയൊരു എഴുത്തുകാരൻ, സഞ്ചാര സാഹിത്യകാരനൊക്കെ ഇട്ട് അറിയപ്പെടുന്ന ഒരാൾ, പേര് ഞാൻ പറയുന്നില്ല, പറയേണ്ട കാര്യമില്ല, അത്രയും പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ മകൻ, കോഴിക്കോടുള്ള മകൻ, ഈ ഡ്രഗ് അഡിക്റ്റായിട്ട് ആ ഡ്രഗുകൾ പിന്നെ മതിയാകാതെ വന്നിട്ട് മൂർഖനെ കൊണ്ട് ഘടിപ്പിക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ കടിയേൽക്കുമ്പോഴും പിന്നെ അത് ബാധിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അയാൾക്കത് ഏൽക്കുന്നില്ല അത്രയായിട്ടല്ലേ. അങ്ങനെ എന്നാലും എന്തോ ഒരു അയാളുടെ സുഖം എന്ന് വിചാരിക്കുന്ന ഈ സൈക്കഡലിക് അനുഭൂതി എന്നൊക്കെ പണ്ട് ഹിപ്പികളുടെ കാലത്തൊക്കെ പറഞ്ഞിരുന്ന എന്തോ ഒരു സംഭവം അയാൾക്ക് കിട്ടുമായിരിക്കാം. അപ്പോൾ ഇങ്ങനെ കടിപ്പിക്കുന്ന ആളുകളും ലോകത്തുണ്ട്. അതിൽപ്പെട്ട ഒരാളാണോ ഈ പാമ്പ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും പറഞ്ഞു വന്നിരിക്കുന്നത് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാകും.